ജൂൺ 15 മഹാകവി ഉള്ളൂരിൻ്റെ ഓർമ്മ ദിനമാണ്. മഹാകവി ഉള്ളൂർ ആരാണെന്ന് മലയാളം സാഹിത്യം പഠിക്കുന്നവർക്കും അല്ലാതെ എല്ലാവർക്കും പരിചിതമാണ്. പക്ഷെ അദ്ദേഹം ഭാഷയ്ക്ക് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു മഹാപ്രതിഭയായിരുന്നു, ഒരു മഹാകവി എന്നതിന് ഉപരി ആശാന്, ഉള്ളൂർ, വള്ളത്തോൾ എന്നീ കവിത്രയങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക പലപ്പോഴും പ്രയാസമായിരിക്കും. എങ്കിലും മലയാള ഭാഷയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നൽകിയ സംഭാവന അതുല്യമാണെന്ന് കാണാം. വരും തലമുറയ്ക്കായി അദ്ദേഹം ചെയ്ത സാഹിത്യ സേവനം ഇന്നോളം ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തതിന് അത്രമേൽ ആഴവും പരപ്പുമുണ്ട്. അങ്ങനെയുള്ള മഹത്തായ ഒരു കൃതി മലയാള സാഹിത്യത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഉള്ളൂരെന്ന് പറയാൻ നിരൂപന്മാർ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചരിത്രമാണ്. കവി എന്ന നിലയിൽ മാത്രമല്ല, നിരൂപണത്തിലും ഗവേഷണത്തിലും പ്രാചീന ഗ്രന്ഥങ്ങൾ തേടി അവ പ്രകാശിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തിലും അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകിയ സേവനം മലയാളമുള്ള കാലത്തോളം അദ്ദേഹത്തെ ഓർക്കും. മൺമറഞ്ഞു പോയിട്ടുള്ള മഹാന്മാരെക്കുറിച്ചും അവർ സംസ്കൃതത്തിലും മലയാളത്തിലും എഴുതിയ കൃതികളെക്കുറിച്ചുമുള്ള ആധികാരികമായ പഠനമാണ് ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം. മലയാള ഭാഷയ്ക്ക് ലഭിച്ച ഒരു അമൂല്യ സമ്പത്ത്. 1877 ജൂൺ 5 ചങ്ങനാശ്ശേരിയിലാണ് കവി ജനിച്ചത്. തിരുവിതാംകൂറിൽ പല ഉന്നത പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1949 ജൂൺ 15 അദ്ദേഹം അന്തരിക്കുന്നത്. അടിയൻ ഇനിയും ഉണ്ടാം ജന്മമെന്നാലതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ട് തായേ. ഉമാകേരളം മഹാകാവ്യത്തിലെ ഈ വരികൾ ജനിച്ച നാടിനോട് കവിക്കുള്ള സ്നേഹം എത്രത്തോളം എന്ന് കാണിക്കുന്നതാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതിവൃത്തമായി സ്വീകരിച്ചുകൊണ്ട് സംസ്കൃത സാഹിത്യത്തിലെ മഹാകാവ്യങ്ങളുടെ ലക്ഷണത്തോടെ എഴുതിയിട്ടുള്ള ഒരു മഹാകാവ്യമാണ് ഉമാകേരളം. ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനം കൊണ്ട കവിയാണ് ഉള്ളൂർ. കാതറിൻ മേയോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വനിത ഭാരതത്തിലെ സ്ത്രീകളുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് പ്രകടിപ്പിച്ച ചില അഭിപ്രായത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് പൗരാണിക ഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ നിരത്തിക്കൊണ്ട് എഴുതിയ ഒരു ഖണ്ഡകാവ്യമുണ്ട്, ചിത്രശാല. ജന്മദാത്രികൾ സ്ത്രീകൾ, ധർമ്മസേതുക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞ് സ്ത്രീയുടെ മഹത്വത്തെ കവി പാടി പുകഴ്ത്തുന്നുണ്ട്. അന്യനെ സ്നേഹിപ്പതേ പുണ്യം എന്ന അവനിയിൽ അന്യനെ ദ്വേഷിപ്പതേ പാപമെന്നരുൾ ചെയ്തോൻ. പ്രശസ്തമായ ഈ വരികൾ ചിത്രശാലയിലുള്ളതാണ്. മഹാഭാരതത്തിലെ വീരനായ കർണനെ പ്രകീർത്തിക്കുന്ന ഖണ്ഡകാവ്യം കർണഭൂഷണം. ഏത് ഉരകലിൽ എത്ര മൃദുവായി ഉരച്ചാലും അതിൻ്റെ മാറ്റ് പത്തരയാണ്. എത്ര പരിശോധിച്ചു കഴിഞ്ഞാലും അതിലൊരു ഭംഗി കൂടി അവശേഷിക്കുന്നുണ്ടാവും. അത് കൈരളിയുടെ കർണപുണ്യമാണ്, അത് ഉള്ളൂരിൻ്റെ കർണഭൂഷണമാണ് എന്നാണ് പ്രശസ്ത നിരൂപകൻ സഞ്ജയൻ കർണഭൂഷണത്തെ വിശേഷിപ്പിച്ചത്. കർണന്റെ ത്യാഗത്തിൻ്റെ മഹത്വമാണ് കവി ഉയർത്തിപ്പിടിച്ചത്. സൂതജനാവട്ടെ സൂരജനാവട്ടെ മേദിനീ ദേവി തൻ അംഗമാർന്നോൻ ആന്തരമായി ഇവ രണ്ടിലും ഓർക്കുകിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കർണനെ പ്രശംസിക്കുമ്പോൾ തന്നെ ആ ഉച്ചനീചത്വങ്ങൾക്കെതിരെ നിൽക്കുന്ന തൻ്റെ നിലപാടാണ്. ഒരു തരഭേദമേ കാണുവാനില്ല എന്ന് പറയുമ്പോൾ അത് സൂതനായാലും സൂതജനായാലും ബ്രാഹ്മണനായാലും എന്ന് പറയുമ്പോൾ കവി ഉച്ചനീചത്വങ്ങൾക്ക് എതിരെ നിലകൊണ്ട ഒരു മഹാത്മാവായിരുന്നു എന്നതാണ് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയുന്നത്. കർണനെ പ്രസവിച്ച ഉടനെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്ങുതടി കൊണ്ടുണ്ടാക്കിയ പെട്ടിയിലാക്കി കുന്തി നദിയിലൊഴുക്കുകയാണ്. ചർമ്മൺ നദിയും ഗംഗയും യമുനയും ചമ്പാപുരി വരെ മാറി മാറി വെണ്ണുര കൈകളാൽ കാപ്പണിഞ്ഞീടിന തന്നലക്കൈകളാൽ താങ്ങി താങ്ങി ആ കുഞ്ഞിനെ അധിരഥന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യം ഒരു ദൃശ്യ ഭംഗിയാണ്. എത്ര മനോഹരമായിട്ടാണ് ഉള്ളൂർ വരച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വർണ്ണിച്ചിട്ടുള്ളത്.
മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ ഏറെ നാളുകളില്ലാത്ത സന്ദർഭത്തിൽ പിതാവായ സൂര്യൻ കണ്ണനെ കാണാനെത്തുന്നു. അതെത്തുന്നത് അപകടത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് തന്റെ മകന് നൽകാനാണ്. ദാനമായി ആരെന്ത് ചോദിച്ചാലും കർണൻ അത് നൽകുമെന്ന് സൂര്യൻ അറിയാം. മാത്രവുമല്ല, അർജുനനും കർണനുമായി ഉണ്ടാകാൻ ഇടയുള്ള യുദ്ധത്തിൽ ജന്മനാ കവചകുണ്ടലങ്ങൾ ധരിച്ച കർണനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. ഇത് മനസ്സിലാക്കിയാണ് ദേവേന്ദ്രൻ പുത്രനായ അർജുനന്റെ രക്ഷയ്ക്കായി ബ്രാഹ്മണ വേഷത്തിൽ കവചവും കുണ്ടലവും ദാനമായി ആവശ്യപ്പെട്ടുകൊണ്ടെത്തുമ്പോൾ അത് കൊടുക്കരുതെന്ന് പറയാനാണ് സൂര്യൻ കർണനോട് ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കർണന്റെ മുന്നിൽ എത്തുന്നത്. അത്യാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉപദേശം നൽകിയിട്ടും ദാനശീലം തൻ്റെ ജീവിതവ്രതമായി സ്വീകരിച്ചിട്ടുള്ള കർണൻ അണുകിട വ്യതിചലിക്കാതെ തനിക്കുള്ളത് എന്തും ആര് ചോദിച്ചാലും ദാനമായി കൊടുക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് തൻ്റെ പിതാവിനോട്. ഇതിവൃത്തം പുരാണമാണെങ്കിലും സന്ദർഭോചിതമായി നാടിനു വേണ്ടി പിടഞ്ഞു മരിക്കേണ്ടി വരുന്നവരോടുള്ള ആദരവും സ്നേഹവും ദേശസ്നേഹവും ഒക്കെ ജാതി വിവേചനത്തോടുള്ള വിരോധം കൂടി ഉള്ളൂർ കർണഭൂഷണത്തിൽ ധ്വനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠമായ ഖണ്ഡകാവ്യം പിങ്കള. പിങ്കള എന്ന ഖണ്ഡകാവ്യത്തിലെ പ്രമേയവും മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കാന്തനെ കാത്തിരുന്ന് ക്ഷമ കെട്ടപ്പോൾ പിങ്കളയുടെ ചിന്ത മനുഷ്യപ്രേമത്തിൽ നിന്നും ഈശ്വര പ്രേമത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് മാറുകയാണ്. കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ വാസവദത്തെയും വള്ളത്തോളിന്റെ മക്തലിന് മറിയം എന്ന ഖണ്ഡകാവ്യത്തിലെ മക്തലിന് മറിയവും ഉള്ളൂരിന്റെ പിങ്കളയും പല വിധത്തിലും സാദൃശ്യമുള്ള കഥാപാത്രങ്ങളാണ്. എന്തൊക്കെ ഖണ്ഡകാവ്യങ്ങളെക്കാൾ മനോഹരമായ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രേമസംഗീതം എന്നുള്ള വിശിഷ്ടമായ ഒരു കാവ്യം. ഉള്ളൂരിന്റെ കാവ്യങ്ങളുടെ എല്ലാം തേജസ് അതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ആ കവിത തുടങ്ങുകയാണ്. അത് മണിമുൻചിഷ എന്ന കാവ്യത്തിലെ ഒരു കവിതയാണ്. ഈ ഒരൊറ്റ കവിത മതി ഉള്ളൂർ അനശ്വരനായി നിലകൊള്ളാൻ. തത്വചിന്തയെ ലളിതമായ പദഘടനയിലൂടെ ഹൃദയസ്പർശിയാക്കാൻ ഈ ഭാവഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രേമസംഗീതം മലയാളത്തിലെ പ്രേമ ഉപനിഷത്താണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഡോക്ടർ എം ലീലാവതിയാണ്. ആശയസമ്പന്നമായ പ്രേമസംഗീതത്തിലെ വരികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയസ്ഥമാക്കേണ്ടതാണ്. കുട്ടികൾ ഹൃദയസ്ഥമാക്കേണ്ടതാണ്. ഇന്നതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നും നഷ്ടമായിരിക്കുന്നു. പണ്ടൊക്കെ കൃത്യമായി ഉള്ളൂരിന്റെ പ്രേമസംഗീതം പഠിക്കാതെ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പാസ്സാകാൻ കഴിയുമായിരുന്നില്ല. അത് ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഔഷധം കൂടിയാണ്. പുതിയ പാഠ്യപദ്ധതികളിലൊക്കെ ഇത്തരത്തിലുള്ള ചില നന്മകളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ഉള്ളൂരിനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ പാശ്ചാത്യ രീതിയിൽ അദ്ദേഹം അമ്പ എന്നൊരു ദുരന്ത നാടകവും എഴുതിയിട്ടുണ്ട്. ഏത് ജാതിയും മാന്യമാണെന്ന് സ്ഥാപിക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തിദീപിക എന്നൊരു കവിതയുണ്ട്. ആ കവിതയുടെ മഹത്വം അതാണ്. ഏത് ജാതിക്ക് അതീതമായി നിലകൊണ്ട ആളാണ് ഉള്ളൂരെന്ന് ഒരുപക്ഷെ അതൊരു സവർണൻ എന്നുള്ള വാക്കൊക്കെ പുതിയ കാലത്ത് ഉപയോഗിച്ച് വളരെ മോശമാകുന്ന തരത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഉള്ളൂര് സവർണനാണോ അവർണനാണോ എന്ന് ചിന്തിക്കാത്ത ഒരു മഹാനായിരുന്നു എന്ന് പലപ്പോഴും ആളുകൾ അറിഞ്ഞിട്ടില്ല. മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും അനായാസമായിട്ടാണ് അദ്ദേഹം കവിതയിൽ നിറച്ചിട്ടുള്ളത്. മാത്രവുമല്ല, സംസ്കൃത പദങ്ങളോട് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടാവാം അദ്ദേഹത്തെ ഉജ്ജ്വല ശബ്ദാട്യൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാട്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നൊക്കെ വിശേഷിപ്പിക്കും. പക്ഷേ അദ്ദേഹം അത്ര ലളിതമായ കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. കല്ലും കരിമുള്ളും മണ്ണും മരത്തുണ്ടും പുല്ലും പുഴുവുമെൻ സോദരങ്ങൾ. എത്ര ലളിതമായ വരികളാണ്. കല്ലും കരിമുള്ളും മണ്ണും മരത്തുണ്ടും പുല്ലും പുഴുവുമെൻ സോദരങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് ഒരു സങ്കല്പം നോക്കൂ. വളരെ ലളിതമായിട്ട് കുട്ടികളൊക്കെ പാടി നടന്ന വളരെ ഒരു കവിതയുണ്ടല്ലോ, കാക്കേ കാക്കേ കൂടെ വീടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഈ വരികളൊക്കെ ഉള്ളൂരാണ് എഴുതിയത് എന്ന് എത്ര പേർക്കറിയാം. അപ്പോൾ വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഉള്ളൂർ
മഹാകവി എന്ന് പറയുന്ന ഉള്ളൂർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിൽക്കുമീ നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ട് പോയിടാം, പിടിച്ചു തള്ളും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്നവർ എന്നുള്ള വളരെ വിപ്ലവാത്മകമായ വരികൾ. കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് എന്നുള്ള ചിന്ത. നിൽക്കും ഈ നിൽപ്പിൽ നിൽക്കാതെ നീങ്ങി മുന്നോട്ട് പോയിടാം, പിടിച്ചു തള്ളും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്നവർ എന്നുള്ള പ്രയോഗം മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വഴിയുണ്ട് മനുഷ്യന് നന്നാവാൻ, ഒരേ ഒരു വഴി, മറുവഴിയില്ല. എന്താണ്? ഒരു കുടുംബമായി പുലർന്നാൽ ജീവിക്കും, പിരിഞ്ഞു മാറിയാൽ മരിച്ചു മണ്ണാകും. വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പറയേണ്ട വരികളാണ്. ഒരു വഴിയുണ്ട് മനുഷ്യൻ നന്നാവാൻ, ഒരേ ഒരു വഴി, മറുവഴിയില്ല. ഒരു കുടുംബമായി പുലർന്നാൽ ജീവിക്കും, പിരിഞ്ഞു മാറിയാൽ മരിച്ചു മണ്ണാവും. ഈ മനുഷ്യത്തിന് പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള ലളിതമായ വരികൾ എഴുതിയ മഹാകവി ഉള്ളൂരിനെ കുറിച്ച് നമ്മൾ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും ഒരുപക്ഷെ ഉപനിഷത്ത് സൂക്തങ്ങളുടെയൊക്കെ സത്ത പിഴിഞ്ഞെടുത്തുണ്ടാക്കിയതാണ് പ്രേമസംഗീതം എന്ന് പറയാൻ കഴിയും. അതിനകത്തുള്ള ഓരോ വരികളും ഏകോദര സോദരരായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പല സന്ദർഭങ്ങളിലും കവി എടുത്തു പറയുന്നുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന മനുഷ്യർക്കായി എല്ലാ കാലത്തേക്കുമായി കവിത എഴുതിയ മഹാനായ ഉള്ളൂരിൻ്റെ ഓർമ്മ ദിനത്തിൽ ഉള്ളൂരിൻ്റെ കവിതകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടികൾ വായിക്കുകയും പഠിക്കുകയും ഉള്ളൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം. അങ്ങനെ ഒരു സമൂഹമായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയൂ. മഹാകവികളൊക്കെ നൽകിയ പാഠം അതാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരം.